കുറച്ച് ചേമ്പ് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീടിനോട് എത്ര ചേർന്ന് ചേമ്പൊക്കെ നടാൻ പറ്റുമോ, ചേമ്പ് ചേന കാച്ചിൽ അത്രയും നമുക്കത് കിട്ടാനുള്ള യോഗമുണ്ട്. ദൂരത്തോട്ടാവുന്നതിനനുസരിച്ച് പന്നി കുത്താനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. എത്ര നമ്മൾ നെറ്റൊക്കെ ഇട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇത് വന്ന് കയറി പന്നി കുത്തും കേട്ടോ. കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പുഴുങ്ങാവേ. ഇതുണ്ട് നല്ല റോബസ്റ്റ വാഴക്കൊലയൊക്കെ ഉണ്ട്. പക്ഷേ മയിൽ കയറി ഇരുന്നിട്ടും തിന്നിട്ടൊക്കെ അതിൻ്റെ കാകളൊക്കെ ഒടിഞ്ഞും പിന്നെ കുറേ തിന്നൊക്കെ നാശമായിട്ടിരിക്കുവാണ്. മയിലിൻ്റെ ശല്യവും പന്നിയുടെ ശല്യമൊക്കെ ആയിട്ട് അത് ഓരോ വഴി കൂടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുമാണ് കേട്ടോ. ചേമ്പ് കൊണ്ടുവന്നിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി ഒന്നും അരയ്ക്കുന്നില്ല, അച്ചാറുണ്ട്, നല്ല വെളുത്തുള്ളി അച്ചാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി ഒന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇട്ടിരിക്കുന്നതേ കുറച്ച് ഈ നാടൻ വെളുത്തുള്ളി പിന്നെ അല്ലാത്ത വലിയ വെളുത്തുള്ളിയിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ നാടൻ വെളുത്തുള്ളി അല്ലാത്തത് വേഗം അലുത്തു പോവും. നാടൻ വെളുത്തുള്ളിയുള്ള അലുക്കത്തുമില്ല. അപ്പോൾ കുറച്ച് അലുത്ത വെളുത്തുള്ളിയും കുറച്ച് അലുക്കാത്ത വെളുത്തുള്ളി ആകുമ്പോൾ നല്ല രസമായിട്ടോ അച്ചാർ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം വെളുത്തുള്ളി അച്ചാർ. വെളുത്തുള്ളി അച്ചാർ കൂടി ചെയ്യുമ്പോഴൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പറമ്പ് നനയ്ക്കാനുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് നനച്ചോട്ടോ. കുറച്ച് പച്ചമുളകൊക്കെ നട്ടേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഗ്രാമ്പു പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഗ്രാമ്പു നന്നായിട്ട് മൂത്ത് നിൽക്കുവാണ്. 2-3 മരങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഈ മരത്തിലാണ്. നന്നായിട്ട് മൂത്ത് നിൽക്കുവാണ്. മൂത്ത ഗ്രാമ്പു പിന്നെ അത് പൂ വിരിഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല, അതിൻ്റെ മണമൊക്കെ പൂവ് നമുക്ക് കൊടുക്കാനായിട്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം പണിക്ക് ആളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഗ്രാമ്പു പറിക്കുക കേട്ടോ. പറിച്ചിടയ്ക്ക് ഗ്രാമ്പു പറിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് വേറെ എന്ത് പറിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ഗ്രാമ്പു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ ആ മരത്തിൽ പറിച്ച് കഴിഞ്ഞ് പിന്നെ ബാക്കി ചെറിയ 2 മരത്തിൽ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ വീട്ടിൽ കറി വെക്കാനായിട്ട് കയറി വന്നു. ചെറുപയർ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മുളപ്പിക്കുന്ന ഒരു തട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാവേ. അപ്പോൾ അത് ചെറുപയറും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരപ്പൊക്കെ അരച്ച് കറി വെച്ച് ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് മുളകൊന്ന് വറുത്തെടുത്തു കേട്ടോ. അത് പിരിയൻ മുളകും നമ്മുടെ സാധാ മുളക് കൊണ്ട് എരിവ് കുറച്ച് കുറയ്ക്കാനായിട്ടാണ്. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പുളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ച് മീനും കൂടെ വറുക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ ചട്ടി ഇതായിരിക്കും കേട്ടോ. മിക്കവാറും അതിൻ്റെ ചട്ടി തന്നെ ആയിരിക്കും. നല്ല ചട്ടിയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണ്. ചട്ടി ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്, നല്ല കട്ടിയുള്ള ചട്ടി. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഗ്രാമ്പൂ പിന്നെ അടർത്തി എടുക്കുകയാണ്. ഗ്രാമ്പൂവിൻ്റെ തണ്ടിന് ചെറിയൊരു വില കിട്ടും, അതും കളയുന്നില്ല. അതുകൊണ്ട് അത് വേറെ ഉണക്കാനിടും, ഗ്രാമ്പൂ വേറെ ഉണക്കാനിടും. ഇപ്പോൾ എല്ലാം അടർത്തി എടുത്തു കേട്ടോ. കുറച്ചധികം നേരം ഇരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് അടർത്തി എടുത്തത്. അപ്പോൾ ഈ സമയത്തൊക്കെ അപ്പുറത്ത് ഓരോ പണികളിങ്ങനെ നടക്കുന്നുണ്ട്. ഗ്രാമ്പൂ വരച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു പാറ്റാനൊക്കെ ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കാപ്പിക്കുരുവാണ് കേട്ടോ. കാപ്പിക്കുരു കുത്തി കൊണ്ടുവന്ന് അതിൻ്റെ തോലൊക്കെ കുത്തി കൊണ്ടുവന്നേക്കുന്നതാണ്. ഇനി അത് സെപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ പരിപ്പും തോലും വേറെ വേറെ ആക്കണം. പണ്ടൊക്കെ ഈ മുറം വെച്ച് വീശിയായിട്ട് കളഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫാന് വെക്കുമ്പോൾ വേഗം തോല് മാറി കിട്ടുവേ. പിന്നെ ഇതുകൊണ്ടേ വറുത്ത് പൊടിക്കണം കേട്ടോ. പൊടിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേർക്കണേ ഏലക്കയും ജീരകവും ഒക്കെ ചേർക്കാവേ.